السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ നമ്മൾ ഇന്നലെ ഒരു പുതിയ ഇഷ്യൂ അല്ലെ നമ്മളെ പലരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്കൊരു ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നം. അപ്പം അങ്ങനെയുള്ള അതായത് ലാക്ക് ഓഫ് ക്ലാരിറ്റി മൂലമുള്ള ഫസ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം ഇന്നലെ നമ്മൾ കണ്ടു. അതായത് നമ്മളുടെ ദുആകൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, ദുആകൾക്കൊരു ഡയറക്ഷൻ ഇല്ലായ്മ. നമുക്ക് കുന്നുകണക്കിന് സുന്നത്തായ ഖുർആനിക്കായ ദുആസ് നമ്മളെ കയ്യിലുണ്ടെങ്കിലും അവയെല്ലാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ദുആസ് അത് തന്നെയാണ്. ഖുർആനിലെയും സുന്നത്തിലെയും ദുആസ് തന്നെയാണ് ഏറ്റവും റിവാർഡിങ്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും ഏറ്റവും ഹെവി ആയിട്ടുള്ളതുമായിട്ടുള്ള ദുആകൾ എന്ന് പറയുന്നത് ഖുർആനിക് സുന്ന ദുആസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള പേഴ്സണൽ ലെവൽ കണക്ഷൻ നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് വഴിയിൽ ഓരോരുത്തർക്കും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, ഓരോരുത്തരുടെ ചിന്തകളും അള്ളാഹുമായിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള, ഓരോരുത്തരുടെ ഗ്രാറ്റിറ്റ്യൂഡുകൾ, നന്ദി അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹംദ് അള്ളാഹുവിനെ അറിയിക്കാനുള്ള, ഓരോരുത്തരുടെ കൺസേണുകൾ അള്ളാഹുവിനെ അറിയിക്കാനുള്ള ആ ഒരു രീതി നമുക്ക് ഇതുപോലെയുള്ള കുന്നുകണക്കിനുള്ള ദുആകളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടാതായി പോകും അല്ലെ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ ആളുകൾക്കും വ്യത്യസ്തമാണ്, ഓരോ മൊമെന്റിലും അത് വ്യത്യസ്തമാണ്. ഒരാൾക്ക് തന്നെ ഓരോ നിമിഷവും ഇത് മാറിക്കൊണ്ടേയിരിക്കും. അവനവന്റെ ചിന്തകള്, ഹെംദുകള്, കൺസേണുകള്, ഇസ്തിഗ്ഫാർ, ഓരോ മൊമെന്റിലും അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് അത് മതി, റബ്ബുമായിട്ടുള്ള ആ കണക്ഷൻ മതി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഓരോ സമയത്തും ഈഗർലി, അതായത് നമുക്ക് വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലെ. അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലണം, അള്ളാഹുവിന്റെ ദുആയിലേക്ക്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, ഖുർആനിലേക്ക്, നമസ്കാരത്തിലേക്ക് ഓടി ചെല്ലണം എന്നുള്ള ആ ഒരു ഫീലിംഗ്, അതാണ് ശരിക്കും ഇലാഹ് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, റണ്ണിങ് ബാക്ക് ടു ഹിം, അള്ളാഹുലേക്ക് ഓൺലി. നമ്മുടെ ഒരേ ഒരു ആശ്രയം റബ്ബാണെന്നുള്ള ആ ഒരു ചിന്തയിൽ എപ്പോഴും റബ്ബിലേക്ക് ഓടി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിൽ വരണമെങ്കിൽ നമ്മളും അള്ളാഹുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ലെവലുള്ള ഒരു കണക്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യൽ കണക്ഷൻ ആയിപ്പോ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ഓഫീസറെ കാണാൻ പോകുമ്പോൾ നമ്മളടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ സംസാരിക്കണം, ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നല്ലേ. നമ്മൾ അത് പോവും, ചെയ്യും, തിരിച്ചു വരും. ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ഗ്രാൻഡിയർ, അള്ളാഹുവിന്റെ ഇസ്സത്ത് അല്ലെ, അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആകളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. പക്ഷേ അള്ളാഹുമായിട്ടുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് റെസ്പെക്റ്റ് മാത്രം കൊടുത്താൽ പോരാ. അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് റെസ്പെക്റ്റും ഫിയറും മാത്രമല്ല, പകരം അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോടുള്ള ലവ്, ഹുബ് അല്ലെ. ആ ഹുബ് വരണമെങ്കിൽ ശരിക്കും ലവ് എന്താന്ന് നമുക്കറിയാം. നമ്മൾ ഭൂമിയിലുള്ള പലരിടത്തും നമുക്ക് ആ ഒരു സ്നേഹം ഉണ്ട് അല്ലെ. അതിന്റെ ഫീലിംഗ് എന്താന്ന് നമുക്കറിയാം. അപ്പൊ ആ ഫീലിംഗ് നമുക്ക് കിട്ടാണ്ട് നമ്മൾ ഒഫീഷ്യലായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ്, എവിടെയോ ഒരു കണക്ഷൻ കുറവുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു കണക്ഷന് വേണ്ടി, അള്ളാഹുവിനോടുള്ള ഹുബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലിയർ ആയിരിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് എന്താ പറയുന്നത്, എങ്ങനെയൊക്കെയാ പറയുന്നത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്നലെ ഞാനൊരു ടിപ്പ് ഷെയർ ചെയ്തിരുന്നു. നമ്മളൊന്ന് നിർത്തിയിട്ട് അല്ലെ, നമ്മൾ ഓരോ ഫ്രീക്വൻസിയിൽ ഒരു ഇന്റർവെല്ലിൽ ബ്രേക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് അപ്പം നമ്മളെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് അള്ളാഹിനോട് സംസാരിച്ച് പഠിക്കാൻ. അങ്ങനെ അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ, സുജൂദിലാവുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം റബ്ബിന്റെ അടുത്ത് ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ പറയാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു തോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടേതായ രീതികൾ ഉണ്ടാവും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആക്കുന്നത് പലരും ട്രൈ ഔട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയ വഴികൾ ഉണ്ടാവും, ചിലർ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികൾ ഉണ്ടാവും. അതൊക്കെ മാഷാ അല്ലാഹ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ഇന്നലത്തെ അതേ ക്ലാരിറ്റി പ്രോബ്ലം തന്നെ എടുക്കാം നമുക്ക്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ക്ലാരിറ്റി പല കാര്യത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ക്ലാരിറ്റി പ്രശ്നം നമ്മുടെ ചിന്തകളിൽ, നമ്മൾ പ്ലാൻ ചെയ്ത അമലുകളിൽ, നമ്മൾ നേടുന്ന അയൽമകളിൽ, നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസിൽ, ഇതിലൊക്കെ കുറേ ഒരു ക്ലാരിറ്റി പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇത് നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്, വേറൊരു പ്രശ്നം കൂടെ നമുക്ക് ഈ കാര്യത്തിൽ എടുക്കാം. അത് നമ്മൾ നേടുന്ന അയൽമ
അല്ലെ? ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൽമ നേടുന്ന കാര്യത്തിലുള്ള നമ്മളുടെ ക്ലാരിറ്റി പ്രോബ്ലം നമുക്കൊന്ന് അഡ്രസ് ചെയ്യാൻ നോക്കാം, നമുക്ക് സംസാരിക്കാൻ നോക്കാം അതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അൽഹംദുലില്ലാ നമ്മളൊരു നോളജ് ബൊംബാർഡ്മെന്റിന്റെ കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്ത് പഠിക്കണ്ട, എവിടെ ലിമിറ്റ് സെറ്റ് ചെയ്യണം, ഇനി എന്തെങ്കിലും ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്യണോ, എപ്പോഴാണ് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൽമിന്റെ കാര്യത്തിൽ ശരിക്കും ഉണ്ട് അല്ലെ? അപ്പം ഇതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? എന്തിനാണ് ഞാൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാ ക്ലാസ്സുകളും പല ലെക്ചേഴ്സും യൂട്യൂബിലുള്ളതും വാട്സപ്പിൽ വരുന്ന ലൈവ് ക്ലാസ്സസും ഇനി ഇൻസ്റ്റാഗ്രാമിൽ വല്ല റീൽസ് വരുന്നുണ്ടെങ്കിൽ അതും ഇനി ശരിക്കും പ്രോപ്പറായിട്ട് ഒരു കോഴ്സിൽ എൻറോൾ ചെയ്തിട്ട് പഠിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് പല രീതിയിലും പലരും പല രീതിയിലും പല മൾട്ടിപ്പിൾ രീതികളിൽ പഠിക്കുന്നവരുണ്ട് അല്ലെ? അപ്പം എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഓർ വേറൊരു രീതിയിൽ ചോദിച്ചാൽ രണ്ടാമതൊരു വേ ഓഫ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ ഇസ് ഇസ്ലാമില് എന്തിനാണ് ഇങ്ങനെ നമ്മൾ എൽമ നേടുന്നത്? ഇസ്ലാമില് എൽമ നേടുന്നതിന്റെ ആവശ്യകത എന്താണ്? എന്നിട്ട് നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനൊന്ന് മാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ എൽമകൾ നേടുന്നത്, ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്നത്? ഏത് രീതിയിലുള്ള ക്ലാസ്സുകളാണെങ്കിൽ ഇസ്ലാമികമായ എൽമ കിട്ടുന്ന ക്ലാസ്സുകൾ ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ആൻസർ നമുക്ക് എന്താ, അമൽ ചെയ്യണമെങ്കിൽ എൽമ വേണം അല്ലെ? നമ്മൾ ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്താ അമലിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് എൽമ. അത് സ്റ്റാൻഡേർഡ് ആൻസർ ആണ് ആൻഡ് സിൻസിയർ ആൻസറുമാണ്. മാഷാഅല്ലാ, സിൻസിയർ അല്ലാത്ത കുറെ ആൻസേഴ്സ് എൽമിന്റെ കാര്യത്തിലുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഉദ്ദേശത്തിനല്ലാതെ എൽമ നേടുന്നതുകൊണ്ട് നമുക്കിപ്പം സിൻസിയർ അല്ലാത്ത ആൾക്കാരെ പിന്നാലെ പോകണ്ട, നമുക്ക് ഈ ഒരു ഉത്തരത്തിൽ നിൽക്കാം. അതായത് എൽമ നേടുന്നത് നമ്മൾ അമൽ ചെയ്യാനാണ്. ഇത് സ്റ്റാൻഡേർഡ് ആൻസർ ഇതാണെങ്കിൽ പോലും പലരും അറിഞ്ഞോ അറിയാതെയോ പല ക്ലാസ്സുകളിലും ചെന്നപ്പെടുന്നത്, അല്ലെങ്കിൽ പല ക്ലാസ്സുകളും കേൾക്കുന്നത് ഒരു പക്ഷേ അത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മോഹിച്ചിട്ടാണ് അല്ലെ? നമ്മൾ അള്ളാഹിന്റെ കലാമല്ലേ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനല്ലേ പഠിക്കുന്നത്. അത് പഠിക്കുന്ന അത്രയും സമയം നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് അല്ലെ? മലക്കുകൾ ചിറകുകൾ താഴ്ത്തും. അപ്പം അത് ഭയങ്കര പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അത് ആ പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ് അല്ലെ? അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ അത് അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ചെന്ന് പെടുന്നവർ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി വേറെ ചിലര് അവരെ തന്നെ ഈ ഒരു വഴിയിൽ കെട്ടിയിടുകയാണ്. കാരണം എൽമിന്റെ വഴിയിലാവുമ്പം എപ്പോഴും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളുടെയും കൂടെ ആവുമ്പോൾ നമ്മൾ മോശമായി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ തെറ്റായ ഒരു വഴിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇതിനകത്ത് കെട്ടിയിടട്ടെ, അതായിരിക്കാം വേറെ ചിലരുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്ന ഉദ്ദേശം. ഇനി മൂന്നാമതൊരു കൂട്ടര് ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സ്കൂനാണ് അല്ലെ? ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പം ആ ഒരു സമയം നമുക്കിനി എന്ത് വിഷമമുണ്ടെങ്കിലും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ എൽമകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. അതുകൊണ്ട് വീണ്ടും 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 ക്ലാസ്സുകളിലേക്ക് കയറുമ്പോൾ ആ ഒരു സമാധാനം, ആ ഒരു സുക്കൂൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ പോകും. ഇനി വേറെ ചിലര് ആ ഒരു വാവ് ഫീലിംഗ് അല്ലെ, നമ്മളെ ദീൻ ഇത്ര ഭംഗിയുള്ളതാണ്, എന്തൊരു ബ്യൂട്ടിയാണ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്, അഡോറേഷൻ, ആ ദീനിനോടുള്ള എന്താ പറയാ, ഓരോ കാര്യങ്ങൾ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാവ് ഫീലിംഗ്, അതിനു വേണ്ടിയിട്ട് അതെ ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ അതിനു വേണ്ടി ക്ലാസ്സുകൾ കേൾക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ആൻസർ ഉണ്ട് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ. അതായത് നമുക്ക് അമൽ ചെയ്യണമെങ്കിൽ എൽമ വേണം എന്ന്. പക്ഷെ അതാണ് സ്റ്റാൻഡേർഡ് ആൻസർ എങ്കിലും ഈ പറഞ്ഞ പല റീസൺ ആയിരിക്കും നമ്മൾ ഇൻഡിവിജ്വലി ഓരോ ക്ലാസ്സിലും ചെന്ന് പെടാനുള്ള അല്ലെങ്കിൽ എൻറോൾ ചെയ്യാനുള്ള കാരണം. നമ്മൾ പല റീസൺസ് പറഞ്ഞു അല്ലേ? അത് ഒന്നെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ വഴി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി, ആ വഴിയിൽ നമ്മളെ കെട്ടിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കേൾക്കുന്നത് വഴിയുള്ള സമാധാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കേൾക്കുന്നത് വഴിയുള്ള വാവ് ഫീലിംഗ്, ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ഈ പറഞ്ഞ ഒരു നിയത്തും മോശമൊന്നുമല്ല കേട്ടോ. എല്ലാം മാഷാ അല്ലാഹ് നല്ല നിയത്ത് തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ എന്തിനാ എൽമ നേടുന്നത്, ഇസ്ലാമിൽ എന്തിനാണ് നമ്മൾ എൽമ നേടുന്നത്? ഇവിടെയും ആൻസർ, സ്റ്റാൻഡേർഡ് ആൻസർ എന്താണ് നമ്മൾ അമൽ ചെയ്യണമെങ്കിൽ നമുക്ക് എൽമ വേണം അല്ലെ? അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ആൻസർ. അപ്പൊ അതിന് തന്നെയാണ് ഇസ്ലാമിലും നമ്മൾ എൽമ നേടുന്നത്. നമുക്കറിയാം വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന അല്ലെ? ആര് വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്തു അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. അല്ലാതെ വല്ലദീന ആമനു വ അലിമു എന്നല്ല അല്ലെ? ആര് അറിയുകയും അല്ലെങ്കിൽ അറിവ് നേടുകയും, അല്ലെങ്കിൽ ആര് വിശ്വസിക്കുകയും അറിവ് നേടുകയും ചെയ്തു അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്നല്ല പറഞ്ഞത്. പകരം ആര് വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്തു അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. സോ ഇൽമ എന്ന് പറയുന്നത് നിർബന്ധമായും അമലാക്കി മാറ്റണം. സക്സസ്ഫുൾ ആവണമെങ്കിൽ, സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഇൽമ എന്ന് പറയുന്നത് അമലാക്കി മാറ്റണം. അപ്പം ഇസ്ലാമികമായിട്ടുള്ള ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? നമ്മൾ ഇൽമ നേടുന്നത് അത് അമലാക്കി മാറ്റാൻ വേണ്ടിയാണ്.
ഇനി നമ്മളെല്ലാവരും നമ്മൾ നേടുന്ന ഇൽമുകള് അമലാക്കി മാറ്റുന്നവരാണോ? ആയിരിക്കാം കുറച്ചൊക്കെ അല്ലെ, ചിലപ്പം ഒരിത്തിരി. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കാം, അതായിരുന്നു അങ്ങനെയാണ് നമ്മളെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞ് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ ഓടൂലായിരുന്നു. അതായത് ആദ്യം കേട്ട ഇൽമിനെ നമ്മൾ സീരിയസ് ആക്കി എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. നമ്മളുടെ വളരെ എന്താ പറയുക കോർ പേർപ്പസ് എൽമ അമലാക്കി മാറ്റൽ ആയിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ അറിയാതെ എവിടെയോ നമ്മളുടെ ഈ ഉദ്ദേശ നീയത്ത് ഈ നേരത്തെ പറഞ്ഞ 3-4 പോയിന്റ്സിലേക്ക് ഡീവിയേറ്റ് ആയി പോയിട്ടുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഞാൻ പറഞ്ഞു ആ നീയത്തുകളൊന്നും റോങ് അല്ല, പക്ഷെ നമ്മുടെ മെയിൻ പേർപ്പസ് മാറിപ്പോകുന്നുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം സഹാബാക്കളുടെ കാര്യം അല്ലെ. അബു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഹദീസാണ്. സഹാബികള് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്തുകൾ കേൾക്കുമായിരുന്നു. എന്നിട്ട് അടുത്ത 10 ആയത്തുകൾ അവരെടുക്കൂല. ഏതുവരെ? അവർ ഈ 10 ആയത്തുകൾ മനസ്സിലാക്കുകയും അതിനകത്തുള്ള ഇൽമ മനസ്സിലാക്കുകയും അതിനകത്തുള്ള അമലുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമല്ലാതെ അവര് അടുത്ത 10 ആയത്തിലേക്ക് പോകൂലായിരുന്നു. അവര് പറയായിരുന്നു, ഞങ്ങള് ഈ പരിശുദ്ധമായ ഇൽമും അമലും ഒന്നിച്ചാണ് പഠിച്ചത്. അതിന്റെ അർത്ഥം അവരൊരു ലൈഫ് മുഴുവനും വെയിറ്റ് ചെയ്യൂലായിരുന്നു. ആദ്യത്തെ 10 ആയത്ത് പഠിച്ച് അത് ഓക്കെ അമലിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് വെച്ചാൽ ലൈഫ് മുഴുവനും വെയിറ്റ് ചെയ്യൂല. പകരം അവർ അതിലേക്ക് ഓടിയടക്കും. ഇൽമ അമലാക്കുന്ന കാര്യത്തിൽ അവര് ഭയങ്കര റഷ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർ അടുത്തത് പഠിക്കണം. കാരണം അവര് പഠിച്ചത്ര നമ്മളൊന്നും പഠിക്കുന്നില്ല അല്ലെ, നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പൊ അവര് ആ ഓരോ 10ഉം പഠിച്ചിട്ട് അത് അമലിനെ ആക്കുന്ന കാര്യത്തിൽ സീരിയസ് ആക്കി എടുത്തിട്ട് അമലാക്കുന്ന കാര്യത്തിൽ റഷ് ചെയ്തിട്ട് അവര് അടുത്തതിലേക്ക് പോവുമായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു സ്റ്റേറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഭയങ്കര ഇൻസെൻസിറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നിർവികാരരായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. നമുക്കറിയാം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതെന്തോ അതൊക്കെ അനുസരിക്കലും അള്ളാഹു വിരോധിച്ചതെന്തോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കലുമാണ് അല്ലെ. ഫഫ്അലൂ മാ തുഅ്മറൂൻ, എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. സമഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇതാണ് നമ്മളുടെ ഒരു മുഅ്മിന്റെ അല്ലെങ്കിൽ ഒരു മുത്തഖിയുടെ മൈൻഡ് സെറ്റ് ആവേണ്ടതെന്ന് ഖുർആൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളോ ഒരു ദിവസം ഒരു 100 കണക്കിന് അള്ളാഹിന്റെ കൽപ്പനകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇൻസെൻസിറ്റീവായി മാറിയിട്ടുണ്ട് അത് അനുസരിക്കുന്ന കാര്യത്തിൽ, അതിനെ അമലാക്കി മാറ്റുന്ന കാര്യത്തിൽ. കാരണം നമുക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി അല്ലേ. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. പാവമാണ് നമ്മളുടെ അവസ്ഥ, പാവങ്ങളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഈ എൽമ നേടുന്ന ഈ ഒരു സ്റ്റൈൽ ഉണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മൾ എൽമ നേടുന്ന സ്റ്റൈല് 100% അൺറിയലിസ്റ്റിക്, ഇംപോസിബിൾ വഴിയാണ്. അതായത് ഈ എൽമിനെ അമലാക്കി മാറ്റാൻ ഒരു സാധ്യതയില്ലാത്ത സ്റ്റൈലിലാണ് നമ്മൾ എൽമ നേടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇൽമ നേടിക്കൊണ്ടിരിക്കുന്നത്. എഗെയിൻ ഞാൻ പറയണേ, എല്ലാവരെയും ഒന്നും ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. ചിലർ നല്ല രീതിയിൽ മാഷാ അല്ലാഹ് ഇൽമിനെ അമലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഞാൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കല്ല, ചിലരെങ്കിലും ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാറണ്ടേ ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഇൽമുകളെ അമലാക്കി മാറ്റണ്ടേ. യെസ്, ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.